ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചക്ക കൊണ്ടുള്ള ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഞാൻ ചക്ക കൊണ്ടുള്ള ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു തോണേ. ഞങ്ങൾക്ക് ചക്കയില്ല, ഒന്നാമത്തെ കാര്യം അതാണ്, ചക്കയില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ വെച്ച് മാറ്റി വെച്ചു കിട്ടിയപ്പോഴൊക്കെ. അപ്പോൾ ഇന്ന് നമുക്കൊരു കഷ്ണം ചക്ക കിട്ടിയേ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന്. നിങ്ങളൊക്കെ ചക്ക കൊണ്ട് അവിയൽ ഉണ്ടാക്കാറുണ്ടോ? ചക്കപ്പുഴുക്കും ചക്ക എരിശ്ശേരി അങ്ങനെയെല്ലാം കാണാറുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ചക്ക അവിയൽ ഉണ്ടാക്കും. പച്ച വിളഞ്ഞ ചക്ക കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് അവിയൽ വെക്കും. അപ്പം നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാവേ. ഈ ചക്ക കൊണ്ടാണ് നമ്മൾ ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോണത്. ഇതെനിക്ക് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി തന്നതാണ്. അപ്പോൾ ഈ ചക്ക നമുക്കൊന്ന് എല്ലാം ഒന്ന് എടുക്കാവേ. ഒരുക്കി ഇതിൻ്റെ കുരുവും ചുളയും എല്ലാം ഒന്ന് വേറെ എടുക്കാം. ഞാൻ ആ ചക്കയുടെ ചുളയും കുരുവും വേറെ വേറെ എടുത്തിട്ടുണ്ട്. ഇതേ മഴ പെയ്ത കാരണം ഒരു സ്വല്പം ഇതായിട്ടുണ്ട് ചക്ക. എന്നാലും ശരി, നല്ല ചക്കയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെല്ലാം വൃത്തിയാക്കി ചക്ക ചുള എടുത്ത് മാറ്റി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചക്കയുടെ മടലില്ലേ, ഇതുകൂടെ എടുക്കണേ. അപ്പം ഞാനതൊന്ന് എടുക്കാനായിട്ട് ഇതിനകത്ത് ഈ ചകിണിയെല്ലാം ആദ്യം ഒന്ന് കളഞ്ഞെടുക്കണേ. ഇതും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ തോരൻ വെക്കും കേട്ടോ. ഇവിടെ തോരൻ വെക്കാനുണ്ട്, നല്ല ടേസ്റ്റാണ് തോരൻ വെക്കുന്നതിന്. ഇതിപ്പം ഞാൻ ഇന്ന് അവിയൽ വെക്കാൻ എടുത്തത് കാരണം എനിക്ക് തോരൻ വെക്കാനുള്ള സമയമില്ല. അത് കാരണം ഞാനിന്ന് വെറുതെ വിടുക. നല്ലതാണ് ശരീരത്തിന്. ഈ ചക്ക എടുത്തു കഴിഞ്ഞാൽ മുള്ളല്ലാത്തതെല്ലാം ഉപയോഗിക്കാമെന്നല്ലേ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് കണ്ടിച്ചിട്ട് ഇതുണ്ടല്ലോ, ഈ മടൽ, ഈ മുള്ളു നമുക്കിങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കാവേ. കണ്ടോ, ഇങ്ങനെ എടുത്തു നമ്മളിത്. ഞാൻ ചക്ക ഒരുക്കി വെച്ചിരിക്കുവാണേ, അതിനകത്തോട്ട് ഇതുകൂടെ ഇടാം. ഇതെല്ലാം താഴെ പോയി. ബാക്കിയുള്ളത് കൂടെ അങ്ങനെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാവേ. കുറച്ച് മതി, ഒത്തിരി വേണ്ട, എല്ലാം കുറേശ്ശെ മതി. ചക്കവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും അത് കണക്ക് ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, അതിനൊക്കെ നമ്മളെ ചക്ക ഒരുക്കിയപ്പോൾ കിട്ടിയ 5-6 ചക്കക്കുരു, അതുപോലെ ഒരു മുരിങ്ങയ്ക്ക, പിന്നെ ആ ചക്കയുടെ മടൽ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ചക്ക അതിനകത്തൊരു 10-12 ചുള എടുത്ത് അത് നീളത്തിൽ അരിഞ്ഞെടുത്ത്, പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ അവിയലിന് വേണ്ടത്. ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ആദ്യമേ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കരിവേപ്പിലേ, ഇത് വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്. ഇച്ചിരി കൂടുതലുണ്ടായി ചേർത്തോണം. കരിവേപ്പില നന്നായിട്ട് ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഈ കരിവേപ്പില കൂടിയിട്ട്, എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, ഈ മാങ്ങയും ചക്കച്ചുളയും ഒഴിച്ചുള്ള കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇടുവാണേ. നമ്മൾ ചക്കവിയലൊക്കെ വെക്കുമ്പോൾ മൺചട്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിനകത്തോ കുക്കറിനകത്തോ ഒക്കെ വെക്കുന്നതിന് പകരം മൺചട്ടിക്കകത്തൊന്ന് വെച്ച് നോക്കണം. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ, ഒരു 3/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത്. ഇനി ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. ഈ ചക്കവിയൽ നമ്മളൊരു സ്വല്പം വെള്ളം ഒഴിക്കണം. എന്തിനാണെന്നറിയോ? ചക്കയുടെ മടലും ചക്കക്കുരു ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ അവിയലിന് അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു മുറി തേങ്ങ, നമ്മുടെ ഈ അവിയൽ ഇച്ചിരി തേങ്ങ നന്നായിട്ട് വേണം കേട്ടോ. അതാണ് ഞാനൊരു വലിയ മുറി തേങ്ങയും, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും, ഒരു നുള്ള് ജീരകപ്പൊടിയും, അതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒത്തിരി അരയാതെ ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കഷ്ണം ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ. കൊണ്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. വെന്തോന്ന് ചക്കക്കുരു എടുത്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് വെന്തിട്ടുണ്ടോ. ചക്കക്കുരു വെന്തിട്ടുണ്ട്, ബാക്കിയുള്ള കഷ്ണങ്ങളും വെന്തിട്ടുണ്ടായിരിക്കും. വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് ഈ നമ്മുടെ ചക്കച്ചുള അരിഞ്ഞതും മാങ്ങയും കൂടെ ചേർക്കാവേ. ഇതിൻ്റെ മേലിലോട്ട് ഞാൻ ഒരു 2-3 കരിവേപ്പില കൂടെ ഇടുവാണേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചക്കച്ചുള വെന്ത് വരട്ടെ. ചക്കച്ചുള ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കാം.
കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർക്കാവേ. ഇതിലോട്ട് ചേർക്കാവേ. ഈ അരപ്പുമായിട്ടൊന്ന് അരപ്പ് അതിനകത്ത് കിടന്ന് ഒന്ന് ആവി കയറട്ടെ. എന്നിട്ട് നമുക്ക് ഇളക്കി ചേർക്കാവേ. ദേ അരപ്പിൽ കൂടെ നന്നായിട്ട് ആവിയൊക്കെ വന്ന് കണ്ടോ. നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. വെള്ളമൊക്കെ വറ്റി കണ്ടോ. നമ്മുടെ ചക്കവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ മേളിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഒരു 2 തണ്ട് കരിവേപ്പില കൂടെ ഇട്ടേക്കാവേ. ഒരു 2-3 ഏതള കരിവേപ്പില കൂടെ. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് അടച്ചു വെക്കാം. നമ്മുടെ അവിയൽ റെഡിയായേ. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കണേ. ഞാൻ ഇതുവരെയായിട്ട് ആരും ചക്ക അവിയൽ വെക്കുന്നതായിട്ട് വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ, ഇനി എല്ലാവരും വെക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.